Hi guys, എല്ലാവർക്കും വീണ്ടും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ പുതിയ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് Fastrack Reflex Play എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ചിന്റെ അൺബോക്സിങ്ങും ഒരു റിവ്യൂ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് Fastrack എന്ന് പറഞ്ഞ കമ്പനിയെ കുറിച്ച് പറയാം. Fastrack എന്ന് പറഞ്ഞാൽ ടൈറ്റൻ്റെ സബ് ബ്രാൻഡ് ആണ്. ടൈറ്റനെ പക്ഷേ ചിലരൊക്കെ കേട്ട് കാണും. ടൈറ്റൻ എന്ന് പറയുന്നത് ടാറ്റയുടെ ഒരു വാച്ചിന്റെ ബ്രാൻഡാണ്. അവരുടെ തന്നെ സബ് ബ്രാൻഡായിട്ടാണ് Fastrack വരുന്നത്. ഫാസ്ട്രാക്ക് നമ്മൾ ഒരു പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം നമ്മളൊക്കെ ഒരു സമയത്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും ഫാസ്ട്രാക്കിൻ്റെ വാച്ചുകൾ, സ്മാർട്ട് വാച്ചിൻ്റെ ബാഗുകൾ, അതുപോലെ തന്നെ ഒരു ഷൂ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. അത്യാവശ്യം സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇറക്കുന്നതാണ് ഫാസ്ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്മാർട്ട് വാച്ച്. AMOLED ഡിസ്പ്ലേ ഉണ്ട് റിഫ്ലെക്സ് പ്ലേക്ക്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഒരു ബോക്സിലാണ് കിട്ടിയേക്കണേ. ഞാൻ ആമസോൺ വഴിയാണ് ബുക്ക് ചെയ്തത്. ഏകദേശം നിലവിലത്തെ റേറ്റ് അനുസരിച്ച് 4500 രൂപയോളം ആയിട്ടുണ്ട്. ഇതിൻ്റെ MRP റേറ്റ് എന്ന് പറയുന്നത് 7995 അതുപോലെ തന്നെ ഇതിലിപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും SpO2 ഹാർട്ട് റേറ്റ് മോണിറ്ററും ഉണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറുണ്ട്. പിന്നെ ഇൻബിൽഡ് ഗെയിംസ് ഉണ്ട്, ആനിമേറ്റഡ് വാച്ച് ഫേസസ്, 20+ മൾട്ടി സ്പോർട്സ് മോഡ്സുകളുണ്ട്. അതുപോലെ തന്നെ സ്ലീപ്പ് മോണിറ്റർ, മ്യൂസിക് കൺട്രോൾ, ക്യാമറ കൺട്രോൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോർമലി ഇപ്പോൾ കാണുന്ന എല്ലാ വാച്ചിനും കാണപ്പെടുന്നതാണ്. ഞാനിത് എടുത്തേക്കുന്നത് ഒരു ബ്ലാക്ക് കളറിലുള്ള സ്ട്രാപ്പോട് കൂടിയതാണ്. ഇതല്ല, ഈ സംഭവമായിട്ട് വരും. ഇൻവിസിബിൾ ബ്ലാക്ക് എന്ന് പറഞ്ഞ സംഭവമായിട്ടാണ് ഇതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ നമ്മൾ ഒറിജിനൊക്കെ നോക്കുകയാണെങ്കിൽ PRC ആണ്, അതായത് റിപ്പബ്ലിക് ഓഫ് ചൈന. ഇതെല്ലാ സ്മാർട്ട് ഫോണുകളും ഉണ്ടാക്കുന്നതൊക്കെ ചൈനയിൽ തന്നെയാണ്. കാരണം ഇത്ര റേറ്റ് കുറവിന് ഇത്രയും എന്താ പറയുക, മാർക്കറ്റ് ഇപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള മാർക്കറ്റിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ ചൈനയിലൊന്നും ഉണ്ടാക്കാണ്ട് പറ്റില്ല. നമ്മുടെ നാട്ടിൽ എന്തായാലും മാനുഫാക്ചറിങ് ഇല്ല, എല്ലാവരും പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇവിടെ ബോക്സിങ് ചെയ്യണം, അതായത് ബോക്സിലാക്കി വിൽക്കുന്ന പരിപാടിയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവരെ തന്നെ ആപ്ലിക്കേഷനൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഇവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. ഇതിൻ്റെ പേര് റിഫ്ലെക്സ് വേൾഡ് ആപ്പ് എന്ന് പറഞ്ഞിട്ട്, ഫാസ്ട്രാക്കിൻ്റെ റിഫ്ലെക്സ് വേൾഡ് ആപ്പ് എന്ന് പറഞ്ഞ ആപ്പ് നമുക്ക് ആമസോണിലും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പിളിൻ്റെ പ്ലേ സ്റ്റോറിലും കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് പറയാനുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഏകദേശം 4500 രൂപയുടെ അടുത്ത് ആയിട്ടുണ്ട്. AMOLED ഡിസ്പ്ലേ ഉള്ളതാണ് ഞാൻ ഈ വാച്ച് ചൂസ് ചെയ്തത്. ബാക്കി കാര്യങ്ങൾ തുറന്നു നോക്കിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ബോക്സ് അൺബോക്സ് ചെയ്യണം. ഇങ്ങനെ ഒരു പെട്ടിയൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. നമുക്ക് ജസ്റ്റ് പെട്ടി ഒന്ന് പുറത്തേക്ക് ഇറക്കി വെക്കാം. ഓക്കെ, ബ്ലാക്ക് ബോക്സിൻ്റെ ഉള്ളിൽ അത് വാച്ചിൻ്റെ ഡിസ്പ്ലേയുടെ ഏരിയയാണ് കാണിക്കുന്നത്. നല്ല വൃത്തിയുള്ള അത്യാവശ്യം പാക്കിംഗ് ഒക്കെ കൊള്ളാം, കുഴപ്പമില്ല, ഒരുവിധം സ്റ്റാൻഡേർഡ് ഉണ്ട്, തീരെ മോശമല്ല. ചില കമ്പനികൾ വരുന്ന പോലെയുള്ള ലോക്കലായിട്ടുള്ള ഒരു കവറിങ്ങോ അല്ലെങ്കിൽ ഒരു പാക്കിങ്ങോ ആയിട്ട് തോന്നില്ല. ഇതാണ് സംഭവം വരുന്നത്. നമ്മൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ കാണാൻ പറ്റുന്നത് വാച്ചിൻ്റെ ഒരു ഡയലുണ്ട്, അതായത് ഇതാണ് സ്മാർട്ട് വാച്ചിൻ്റെ മെയിൻ കോറ്. അതുപോലെ തന്നെ ഇവിടെ 2 സ്ട്രാപ്പ് ഉണ്ട്. ഈ സ്ട്രാപ്പ് നമ്മൾ തന്നെ വേണം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇതിലൊരു വള്ളിമ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് പുറത്തേക്ക് വരുന്നതാണ് സാധാരണ സ്മാർട്ട് വാച്ചിലുള്ള പോലെ തന്നെ. ബാക്കിലായിട്ട് സെൻസർ, ഇവിടെ ഒരു ചാർജർ ഉണ്ട്. ഇവിടെ ഫാസ്ട്രാക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫാസ്ട്രാക്കിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതായിരിക്കാം. പിന്നെ ഒരു ചെറിയൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കവറുണ്ട്. അതിൽ പേര് റിഫ്ലെക്സ് പ്ലേ AMOLED എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ സംഭവം ഇവിടെ എടുത്ത് വയ്ക്കാം. ഇനി നമുക്കുള്ളിൽ ചാർജർ ഉണ്ടാവണം. ചാർജർ നമുക്ക് നോക്കാം. ഇത് സ്ട്രാപ്പാണ്, കുഴപ്പമില്ലാത്ത നല്ല ഒരു പ്ലാസ്റ്റിക് അല്ല, ഇത് റബ്ബർ പ്ലാസ്റ്റിക്, എനിക്ക് മിക്സഡ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഫീൽ ചെയ്യുന്നത്. കൊള്ളാം, അത്യാവശ്യം ഗ്രിപ്പൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. അതിലും ഈ പറഞ്ഞ മാതിരി ഫാസ്ട്രാക്ക് എന്നൊക്കെ ലോഗോ ഒക്കെ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു ചാർജറല്ല വരുന്നത്, അതിന് പകരം കേബിളാണ് വന്നേക്കുന്നത്. ചാർജിങ് കേബിളാണ് വന്നേക്കുന്നത്. നേരത്തെ കണ്ട അതേ പിന്നിൻ്റെ ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഡിപ്പോട് കൂട്ടിയിട്ടുള്ളൊരു ഇതാണ് വന്നേക്കുന്നത്. ഇതാണ് വരുന്നത്. ഇത് ജസ്റ്റ് അതിൻ്റെ ബാക്കിൽ കൊണ്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മാഗ്നറ്റ് ഒട്ടുന്നതാണ്. നമുക്ക് നോക്കി നോക്കാം. ഇങ്ങനെയാണ് വരുന്നത്. ഈ 2 എൻഡ് തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടച്ച് ആവുന്ന രീതിയിൽ വരുന്നതാണ്. നമുക്ക് നോക്കി നോക്കാം. ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് തൊട്ടാൽ തന്നെ അത് ടച്ച് ആവുന്നുണ്ട്. മാഗ്നറ്റിക്കാണ്, അതുകൊണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല. IS സ്റ്റാൻഡേർഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതിൽ എഴുതിയിട്ടുണ്ട് IS സ്റ്റാൻഡേർഡിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമായിരിക്കും. മെയ്ഡ് ഇൻ PRC, IS സ്റ്റാൻഡേർഡിൻ്റെ IS കോഡൊക്കെ എഴുതിയിട്ടുണ്ട്. വാച്ചിൻ്റെ Part 1 IS 13252.
ഓക്കെ, എന്തായാലും സംഭവം കൊള്ളാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് വരുന്നത്. പിന്നെ ചാർജിങ് കേബിൾ കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത്ര നല്ല ബെസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, ബെസ്റ്റ് ഇൻ ക്ലാസ് എന്നോ അല്ലെങ്കിൽ നല്ല കേബിൾ എന്ന് പറയാൻ പറ്റില്ല. ഒരു ആവറേജിന് ബിലോ ആയിട്ടുള്ള ഒരു കേബിൾ ക്വാളിറ്റിയാണ് കാണാൻ പറ്റുന്നത്. നമ്മൾ പണ്ടത്തെ ചൈന ഫോണിൽ, ബ്രാൻഡഡ് അല്ലാത്ത ചൈന ഫോണിൽ വരുന്ന ചാർജറിൻ്റെ അതേ സെറ്റപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. നമുക്കിനി സംഭവം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഇതൊക്കെ മാറ്റി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്നിന് പീൽ ചെയ്യാണ്. യെസ്, ഇതാണ് സംഭവം വരുന്നത്. സൈഡിലൊരു ബട്ടൺ, ഒറ്റ ബട്ടൺ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. യെസ്, അതിൽ അമർത്തി കഴിഞ്ഞപ്പോൾ തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാ മാച്ച് ഡയലൊക്കെ വരുന്നുണ്ട്. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. അത്യാവശ്യം നല്ല വ്യക്തമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ആൾവേസ് ഓൺ ഡിസ്പ്ലേ ഒന്നും ഞാൻ ഓണാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഓണായിട്ട് വരാത്തത്. കുറച്ച് അനിമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ ഫോണുകളിൽ. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന എംഐയുടെ റിവോൾവ് എന്ന് പറഞ്ഞ സംഭവമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി OS കുറച്ചും കൂടി ബെസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം മോഡ് നന്നായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇതുവരെ കണക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ വാച്ചിലുള്ള പോലെ ഡയൽ നമുക്ക് ഉണ്ട്. റണ്ണിങ് ആണ്. സെക്കൻഡ് സൂചി, ബാക്കിയുള്ള സൂചികളൊക്കെ നമുക്ക് കാണുമ്പോൾ നല്ല മെയിനായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ മൈ ഫിറ്റ്നസ്, സ്ലീപ്പ്, ഹാർട്ട് റേറ്റ്, പിന്നെ മൾട്ടി സ്പോർട്സ്, ബ്ലഡ് പ്രഷർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, വെതർ ഒക്കെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്. ക്യാമറ കൺട്രോൾ ഉണ്ട്, മ്യൂസിക് കൺട്രോൾ ഉണ്ട്. അതായത് നമ്മൾ ക്യാമറ ബ്ലൂടൂത്ത് ഇതായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കണം. ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ വഴി ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അതായത് ക്യാമറ കൺട്രോളാണുള്ളത്, നമുക്ക് ഫോട്ടോ വിസിബിൾ ഒന്നും ആയിരിക്കില്ല, ജസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ മ്യൂസിക് നോർമലി എല്ലായിടത്തും ഉള്ളതാണ്. മ്യൂസിക് നമുക്ക് ഇവിടെ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും, അടുത്ത ചേഞ്ച് ചെയ്യാൻ പറ്റും വാച്ചിൽ നോക്കിയിട്ട്. കോളിംഗ് ഓപ്ഷനൊന്നുമില്ല. കോളിംഗ് ഓപ്ഷൻ ഉള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചെടുത്തേക്കണം. കാരണം എനിക്കത് ഈ സ്മാർട്ട് ഫോണിൽ കോളിംഗ് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. പിന്നെ ഗെയിംസൊക്കെ കാണാനുണ്ട്. ഇതാണ് അതിൻ്റെ സെറ്റിങ്സ് വരുന്നത്. സ്റ്റോപ്പ് വാച്ച് അങ്ങനത്തെ ഉള്ള കുറേ സെറ്റിങ്സ് അതിൽ വരുന്നുണ്ട്. ബ്രൈറ്റ്നസിൻ്റെ സെറ്റിങ്സ് എല്ലാം വരുന്നുണ്ട്. ബോർഡ് വാച്ച് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ഫാസ്ട്രാക്കിൻ്റെ OS ആണെന്നാണ് കാണിക്കുന്നത്. ഒരു പക്ഷേ ഫാസ്ട്രാക്കിൻ്റെ കസ്റ്റമൈസ്ഡ് ആയിട്ടായിരിക്കാം വന്നിട്ടുണ്ടാവണേ. പിന്നെ അത് QR കോഡൊക്കെ വരുന്നത് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള QR കോഡാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മെനു, യെസ് ഉണ്ടോ, ഇങ്ങനൊരു സംഭവമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം വളരെ സിമ്പിളായിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ സംഭവങ്ങളും എടുത്ത് മാറ്റി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ഉണ്ട്, പിന്നെ സ്റ്റെപ്പ് ട്രാക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കോളിംഗ് ഒഴികെ ബാക്കി എല്ലാ ഒരുവിധ ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരും. അതുപോലെ തന്നെ ഫോണിൽ കോൾ വിളിച്ച് കഴിഞ്ഞാൽ ആരാണ് വിളിക്കുന്നത്, കോള് കട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ കട്ട് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്ക് SMS ഒക്കെ കാണാൻ പറ്റും, നോട്ടിഫിക്കേഷൻ വരും, വാട്സപ്പിലുള്ള നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ SMS എന്തൊക്കെയാണോ വരുന്നത് അതൊക്കെ കാണാൻ പറ്റും. കോൾ എന്തായാലും എടുക്കാൻ പറ്റത്തില്ല. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓൾവേസ് ക്വാളിറ്റി, ഡിസ്പ്ലേയുടെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, നല്ല ബെറ്ററാണ്. പിന്നെ ആൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ ആൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ആൾവേസ് ഓൺ ഡിസ്പ്ലേ എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട്, ഇതിപ്പോൾ നിലവിൽ ടേൺ ഓഫ് ആണ്. അൺലോഗോ ഡിജിറ്റലോ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. 3 ഓപ്ഷനുള്ളൂ. ഞാനിപ്പോൾ ഇത് പറയുന്നുണ്ട് ബാറ്ററി കൺസ്യൂംഷൻ കൂടുതലായിരിക്കും, അത് കാരണം കൊണ്ട് അവർ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. വേണമെങ്കിൽ എടുത്തോ എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. 7 ദിവസം ബാറ്ററി ബാക്കപ്പാണ് പറയുന്നത്. പൊതുവെ റിവ്യൂ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 8 ദിവസമെല്ലാം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു 4 ദിവസമൊക്കെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ ഡിജിറ്റൽ ഡിസ്പ്ലേയുടെ ആൾവേസ് ഓൺ ഡിസ്പ്ലേ മോണിറ്ററാണ് കാണുന്നത്. കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. 3-8 എന്നുള്ള സമയം ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല, കണക്ട് ചെയ്താലേ ഈ സമയം മാറത്തുള്ളൂ. കൊള്ളാം, എന്തായാലും ആൾവേസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം കൊണ്ടും ഒന്നുമില്ല, ബിൽഡ് ക്വാളിറ്റി, അതുപോലെ തന്നെ ഇത് മെറ്റീരിയൽ വന്നിട്ട് പ്ലാസ്റ്റിക് അല്ല വരുന്നത്, ഇതൊരു അലുമിനിയം കോട്ടിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും കൊള്ളാം. നമുക്കൊരു റേറ്റിംഗ് ഒക്കെ ഇടുകയാണെങ്കിൽ 3.5 ഔട്ട് ഓഫ് 5 എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടു നിന്നതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ ഇഷ്ടമുള്ളവർ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ഇടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ചെക്ക് ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു.